നമസ്കാരം. കേരളത്തിലെ പ്രശസ്ത ശിവക്ഷേത്രങ്ങളിലൊന്നാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. കോട്ടയം ജില്ലയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. രൗദ്രഭാവത്തിലുള്ള പരമശിവനാണ് ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ. രാവിലെ അഘോരമൂർത്തിയായും ഉച്ചയ്ക്ക് ശരഭമൂർത്തിയായും വൈകിട്ട് അർദ്ധനാരീശ്വരനായും സങ്കല്പിച്ചാണ് ഇവിടെ ആരാധന നടക്കുന്നത്. സർവ്വദുരിതങ്ങൾക്കും ഇവിടുത്തെ ദർശനം ഫലപ്രദമാണെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിൽ ഉപദേവതകളായി ഗണപതി, ദക്ഷിണാമൂർത്തി, ദുർഗ, ശാസ്താവ്, യക്ഷി, നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യമെന്തെന്നാൽ ഗരൻ എന്ന അസുരൻ തൻ്റെ മുത്തച്ഛനിൽ നിന്നും ശൈവവിദ്യ ഗ്രഹിച്ച് ചിദംബരത്ത് പോയി ശിവനെ പ്രീതിപ്പെടുത്താനായി തപസ് ആരംഭിച്ചു. ഭക്തന്റെ തപസ്സിൽ സംപ്രീതനായ ഭഗവാൻ അവന് 3 ജ്യോതിർലിംഗങ്ങൾ സമ്മാനിച്ചു. തുടർന്ന് ആകാശമാർഗണെ യാത്ര ആരംഭിച്ച ഗരൻ ശിവലിംഗത്തിന്റെ ഭാരം കാരണം അല്പനേരം വിശ്രമിക്കുവാനായി വൈക്കത്തെത്തി. തുടർന്ന് തൻ്റെ വലതു കൈയിലെ ശിവലിംഗം അവിടെ ഇറക്കി വെച്ച് ഗരൻ വിശ്രമം ആരംഭിച്ചു. ഉണർന്നെഴുന്നേറ്റ് ശിവലിംഗം എടുക്കാൻ നോക്കിയപ്പോൾ അത് എടുക്കാൻ സാധിക്കുന്നില്ല. താൻ താമസിക്കാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന സ്ഥലമാണിതെന്ന് തത്സമയം ശിവഭഗവാന്റെ അശരീരിയും മുഴങ്ങി. തുടർന്ന് ശിവലിംഗം അവിടെ തപസ്സിരുന്ന വ്യാഘ്രപാദൻ എന്ന മഹർഷിയെ ഏൽപ്പിച്ച് ഗരൻ മുക്തിയടഞ്ഞു. തുടർന്ന് തൻ്റെ ഇടതു കൈയിലെ ശിവലിംഗം ഗരൻ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലും വായ കൊണ്ടു കടിച്ചു പിടിച്ച ശിവലിംഗം കടുത്തുരുത്തി തളി മഹാദേവ ക്ഷേത്രത്തിലും പ്രതിഷ്ഠിച്ചു. ഇന്നും 3 ക്ഷേത്രങ്ങളിലും ഉച്ചപൂജയ്ക്ക് മുൻപ് ദർശനം നടത്തുന്നത് പുണ്യകരമായി വിശ്വസിക്കുന്നു. ക്ഷേത്രത്തിലെ അതിപ്രസിദ്ധമായ 2 പ്രത്യേകതകളാണ് ക്ഷേത്രത്തിലെ വലിയ വിളക്കും 7.5 പൊന്നാനയും. ഇവയുടെ വരവും വളരെ രസകരമായ സാഹചര്യങ്ങളിലാണ്. ക്ഷേത്രത്തിലെ ബലിക്കൽ പുരയിൽ സ്ഥാപിച്ചിട്ടുള്ള വലിയ വിളക്ക് 5 തിരികളോട് കൂടിയ ഒരു കെടാവിളക്കാണ്. 4 പ്രധാന ദിക്കുകളിലേക്കും, അതായത് കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക്, അതുകൂടാതെ വടക്ക് കിഴക്കു ഭാഗത്തേക്കുമാണ് ഈ 5 തിരികളും ഇട്ട് കത്തിക്കുന്നത്. 1540 ഈ ദീപം സ്ഥാപിച്ചത്. പിന്നീട് ഇതുവരെ ഇത് കെട്ടിട്ടില്ല. ക്ഷേത്രത്തിലെ മറ്റൊരു വലിയ ആകർഷണമാണ് 7.5 പൊന്നാന. പേര് പോലെ തന്നെ 7 വലിയ ആനകളും ഒരു ചെറിയ ആനയും അടങ്ങുന്ന ഒരു ശില്പരൂപമാണിത്. തേക്കിൻ തടിയിൽ തീർത്ത് സ്വർണം പൂശിയ വിഗ്രഹമാണ് ഇവ. ക്ഷേത്രത്തിലെ ദർശന സമയം രാവിലെ 4 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകുന്നേരം 5 മണി മുതൽ രാത്രി 8 മണി വരെയുമാണ്.